ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് എൻ്റെ തന്നെ വ്യക്തിപരമായ ചില അനുഭവങ്ങളാണ്. ഞാനൊരു പുരോഹിതനാണ്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എത്രയോ വലിയ ഭാഗ്യമാണ് എനിക്ക് ദൈവം തന്നത് എന്നത് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സെമിനാരിൽ ചേർന്ന് 3-ാം പൊക്കം റെക്ടറച്ഛനെ കണ്ടു പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. അച്ഛനെ എൻ്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. പോയിട്ട് തിരിച്ചു വരണമെന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചു വന്നേക്കണം. ഞാൻ വീട്ടിൽ പോയി 3-ാം പൊക്കം അതുപോലെ ഞാൻ തിരിച്ച് സെമിനാരിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ വിട്ടുപോകണം എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഒരു വൈദികൻ സൂചിപ്പിച്ച ഒരു കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അച്ഛൻ പറഞ്ഞൊരു കാര്യം പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചു, വിട്ടുപോയാലോ? എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, ഐ സ്ക്രൂഡ് അപ്പ് മൈ ലൈഫ്, ഐ മെസ്ഡ് അപ്പ് മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും വീഴ്ചകളും ഒക്കെ വരുത്തി എൻ്റെ പൗരോഹിത്യം ഞാൻ വളരെ ഒരു വികൃതമാക്കി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നില്ല. എനിക്ക് വിട്ടുപോയാലോ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നു. അച്ഛനോട് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ ഒരു $100 അതിൻ്റെ ഒരു നോട്ട് കിടന്നു. അറിയാതെ തന്നെ അതുകൊണ്ട് ഈ വാഷിംഗ് മെഷീനിലിട്ടു. ഇത് കഴിഞ്ഞ് എടുത്ത് ഉണങ്ങാനിടുന്ന സമയത്താണ് മനസ്സിലായത് പോക്കറ്റിലെന്തോ കിടക്കുന്നു. നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു $100 ഒരു നോട്ടാണ്. അതെടുത്ത്, അത് കീറിപ്പോയൊന്നുമില്ലായിരുന്നു, അതൊന്ന് ശരിക്കും ഒന്ന് തേപ്പൂട്ടി കൊണ്ടൊന്ന് തേച്ച് ലെവലാക്കി എടുത്തു. ആ നോട്ട് കൊണ്ട് കൊടുത്തിട്ട് $100 കിട്ടുന്ന കാര്യങ്ങളെല്ലാം ആ നോട്ട് കൊണ്ടും കിട്ടി. ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചൊരു കാര്യം, ഒരു വജ്രക്കല്ല് ചെളിക്കകത്ത് വീണാലും സ്വർണ്ണമോതിരം ചെളിക്കകത്ത് വീണാലും അതെടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം കുറയുന്നില്ല. അപ്പം അതുകൊണ്ട് എത്രയൊക്കെ ജീവിതം മെസ്സപ്പാക്കിയെങ്കിലും നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിക്സ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. അങ്ങനെ ഒരു ചിന്ത വരണമെങ്കിൽ എന്താണ് പൗരോഹിത്യം, അതിൻ്റെ മഹിമ എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു കാര്യത്തിലേക്കാണ് അച്ഛൻ്റെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് ഞാൻ പരിശ്രമിച്ചത്. ഇന്നും അദ്ദേഹം സഭ വിട്ടുപോകാത്ത ഒരു വൈദികനാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഞാൻ ഒരു ഗ്രാമത്തിൽ, പറവൻതുരുത്ത് എന്ന പേരുള്ള ഒരു സ്ഥലത്ത്, തുരുത്ത് എന്ന് പറയുമ്പോൾ ചുറ്റും വെള്ളമാണ്. അപ്പം അങ്ങനെ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല. അങ്ങനെ ഒരു ഗ്രാമത്തിൽ 10-ാം ക്ലാസ് ആയിട്ടും കേരളം വിട്ട് പുറത്തോട്ടൊന്നും പോയിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി ഈ സെമിനാരിൽ ചേർന്ന് വൈദികനായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, അച്ഛൻ എത്ര പ്രാവശ്യം അമേരിക്കയിൽ ലാൻഡ് ചെയ്തതായിട്ട് അച്ഛൻ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. 6-7 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തതാണ്. അതല്ലാതെ തന്നെ ധ്യാനത്തിന് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം അവിടെ ലാൻഡ് ചെയ്യാനും അങ്ങനെ സഞ്ചരിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു പ്രാവശ്യം അമേരിക്ക ഒന്ന് സന്ദർശിക്കാനും ഒരു പ്രാവശ്യം അവിടെ ഒന്ന് ലാൻഡ് ചെയ്യാനും എനിക്ക് കൊതിയുണ്ടെന്ന്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു കാര്യം, ഒരു പുരോഹിതനായി മാറിയപ്പോൾ, പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ആ അനുഗ്രഹങ്ങൾ, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് എന്നെ എത്രയോ വലിയ സൗഭാഗ്യം നൽകിയാണ് കർത്താവ് അനുഗ്രഹിച്ചത് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടായി. ഈ ഒരു കാര്യം വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ജീവിതത്തിൽ വന്നാൽ പോലും ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയോ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ പോലും നിരാശപ്പെടാതിരിക്കാൻ ഈ ഒരു ചിന്ത മാത്രം മതി. എണ്ണിയാൽ തീരാത്ത വിധം നന്മകൾ കർത്താവ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു കാലത്ത് എനിക്ക് ഒരു ബൈബിൾ വചനം ഒന്നും മനഃപ്പാടമാക്കാൻ ഭയങ്കരം കഷ്ടപ്പാടായിരുന്നു. എത്ര വായിച്ചാലും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നിന്നും ദൈവം എന്നെ ഉയർത്തിയത് ഒരുപാട് വചനങ്ങൾ ഓർത്തിരിക്കാനും അതെല്ലാം പ്രസംഗത്തിൽ ഉപയോഗിക്കാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നിടത്ത് ഞാൻ അതെല്ലാം മറന്നിട്ട് പരാതി പരിഭവമായിട്ട് ജീവിക്കുന്നത് നന്ദികേടാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുരോഹിതനായിരിക്കുന്നത് എത്രയോ വലിയ ഒരു ഭാഗ്യം എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എപ്പോഴും നല്ല റോസാപ്പൂ മെത്തേ കിടക്കുന്ന അനുഭവമൊന്നും ആയിരുന്നില്ല. ഇഷ്ടംപോലെ വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെയുള്ള സഹനത്തിൻ്റെ നടുവിൽ ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറായപ്പോൾ ദൈവം തന്ന നേട്ടങ്ങൾ. 8-ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തുന്നതിനെക്കുറിച്ച് വീട്ടുകാർ ചിന്തിച്ച അന്ന് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ ചില വ്യക്തികൾ ഇടപെട്ടത് കൊണ്ടാണ് നിർത്താതെ കണ്ട് മുമ്പോട്ട് പഠിപ്പിച്ചത്. ആ ഇടപെട്ട വ്യക്തികളോട് അന്ന് എനിക്ക് ദേഷ്യമായിരുന്നതിലും ഇന്നെനിക്ക് ഏറ്റവും അഭിമാനമാണ്. ഒരു കാര്യം, ത്യാഗമെടുക്കാൻ തയ്യാറാകുന്നിടത്താണ് ഉയർച്ച, വളർച്ച, മഹത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനം 6:17 വായിച്ചാൽ ഈ ഒരു കാര്യം
കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 2:5 വായിച്ചാൽ, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ തീച്ചൂളയിൽ ശുദ്ധീകരിക്കപ്പെടുന്നവർ ദൈവത്തിന് സ്വീകാര്യരും പ്രീതി ജനിപ്പിക്കുന്നവരുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലൊരു ധ്യാനഗുരു അദ്ദേഹം ഒരു കാര്യം പറയണം ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പറയണോ വേണ്ട? ഒരു ധ്യാനഗുരുവിനെ ഞാൻ എന്തിനാണ് ഉപദേശിക്കാൻ വരിക? അല്ല, കുഴപ്പമില്ല, പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛനെ പ്രസംഗിക്കുമ്പോൾ വചനത്തിൽ ഫോക്കസ് ചെയ്താൽ അത് ദൈവജനത്തിന് ഒരുപാട് അനുഗ്രഹമായിരിക്കും. ഞാൻ ആ ഒരു ഉപദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത് പറയാൻ എന്തിനാ ഇതിന് മാത്രം പേടിച്ചത്? ഇനി അങ്ങനെ ഒരു ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു വചനവേദിയിലേക്ക് കയറി നിന്നാൽ മതി, ഒന്നിനു പുറകെ ഒന്നായിട്ട് വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരും. അത് പറഞ്ഞു പോയാൽ മാത്രം മതി. അത് എത്ര വലിയൊരു അനുഗ്രഹം! വചനത്തിൻ്റെ ഒരു അഭിഷേകമായിട്ട് എനിക്കതിനെ കാണാൻ പറ്റി. അതുമൂലം എനിക്കുണ്ടായ നേട്ടം വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാനെങ്ങാനും ആ മനുഷ്യനോട് ദേഷ്യപ്പെടുവോ, നീ ആരാ എന്നെ കറക്റ്റ് ചെയ്യാൻ എന്ന് ചോദിക്കുകയോ ചെയ്തെങ്കിൽ അന്നുകൊണ്ട് എൻ്റെ പ്രസംഗം ഒരുപക്ഷെ നിന്നുപോയേനെ. അപ്പോൾ അതുകൊണ്ട് വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് എടുക്കേണ്ടതുപോലെ എടുക്കുകയാണെങ്കിൽ വലിയ സൽഫലം അതിലൂടെ ഉണ്ടാകും എന്നുള്ളത് തിരിച്ചറിയണം. ഒരു പുരോഹിതന്റെ മഹിമ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഫിലിപ്പ് നേരി പറഞ്ഞത്. എനിക്കൊരു 10 വൈദികരെ തന്നാൽ മതി, ഞാൻ അവരെ വെച്ച് ലോകം മുഴുവനും മാനസാന്തരപ്പെടുത്താം. അഭിഷേകമുള്ള, അർപ്പണബോധമുള്ള 10 വൈദികര്. സങ്കീർത്തനം 105:15 പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ ദൈവത്തിന്റെ സ്വന്തമാണ്. 132 സങ്കീർത്തനം 16, എൻ്റെ അഭിഷിക്തനെ ഞാൻ രക്ഷ അണിയിക്കും, അവന്റെ ശത്രുവിനെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും. രക്ഷ അഭിഷിക്തന്, അവന്റെ ശത്രുവിന് ലജ്ജ. അതാണ് ഈ വചനഭാഗം പഠിപ്പിക്കുക. യെരമ്യാ 31:14 പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അഭിഷിക്തർക്ക് ഞാൻ സന്തോഷവും സമൃദ്ധിയും നൽകും. ഇതെല്ലാം അവന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കും. ഞാനിതെല്ലാം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വംശമാണ്. അത് 1 പത്രോസ് 2:9 കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലേവ്യർ 26:12 വായിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഏകദൈവമാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനവുമായിരിക്കും. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ജനമായിരിക്കുന്നത് പോലെ തന്നെ ദൈവമക്കളായ നമ്മളെല്ലാവരും ആ ഉടമ്പടിയുടെ മക്കളാണ്. ഈ ബോധ്യത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് തന്ന അതേ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്കും കർത്താവിനെ വർഷിക്കുവാൻ സാധിക്കും. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.